അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, ഇപ്പം നമുക്ക് പിള്ളേർക്കൊക്കെ അവധിക്കാലമല്ലോ, അപ്പോൾ പിള്ളേർക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സംഭവമാണ്. അതായത് നമ്മുടെ മാഗിയും പിന്നെ നമ്മുടെ കോഴിമുട്ടയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു റെസിപ്പി. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവധിയാകുമ്പോൾ വീട്ടിൽ ഇരിക്കുമ്പോൾ എല്ലാവർക്കും നഷ്ടപ്പെട്ട സമയം കിട്ടും. അപ്പോൾ ഓരോരോ പാചക പരീക്ഷണങ്ങൾ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ മാഗി ഒരു വലിയ പാക്കറ്റാണ്. നമ്മൾ ഇത്രയൊന്നും വേണ്ട, നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് മതി. അപ്പൊ നമ്മളിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനുണ്ട്. വെന്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മുടെ പരിപാടി. അപ്പൊ വെള്ളം നമ്മൾ തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിട്ടൊന്ന് വേവിച്ചെടുക്കാം. അത് എല്ലാവർക്കും അറിയുന്ന സംഭവമാണല്ലോ. നമുക്ക് വെന്തിട്ട് കാണാം. അപ്പോഴേ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇവനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അതെ, ഇച്ചിരി വലിയ സാധനമാണ്. ഇത്രയും നമുക്ക് ആവശ്യമില്ല. ഇതിന്റെ ഒരു 2 എണ്ണം നമുക്ക് മതിയോ? ഇതുപോലത്തെ 2 എണ്ണ നമ്മളിപ്പോൾ എടുക്കുന്നത് തൽക്കാലത്തേക്ക്. പൊട്ടിക്കാതെ എടുക്കണം കേട്ടോ. എന്നാലാണല്ലോ നമ്മുടെ ഈ പ്രോസസ്. അപ്പൊ ഇനി നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് വെന്തിട്ട് നമ്മൾ ഒരു മറ്റേ എന്താ പറയുക, നമ്മുടെ അരിപ്പയിലോട്ടോ എന്തിനെങ്കിലും മാറ്റി വെച്ച് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് പെട്ടെന്ന് തന്നെ ഒന്ന് തണുപ്പിച്ചും കൊടുക്കണം. എന്താ പറയുന്നത്, ഒന്ന് മാഗിയുടെ 1 മിനിറ്റ് 2 മിനിറ്റ് അത്രയൊക്കെ ഉള്ളൂ. ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ നൂഡിൽസ് നല്ല അടിപൊളിയായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഒത്തിരി അങ്ങ് വേണ്ട കേട്ടോ, ഒരു 1/4 ഭാഗം വെന്താൽ മതി. നമ്മൾ സാധാരണ നൂഡിൽസ് കഴിക്കാനായിട്ട് എടുക്കുന്ന ആ ഒരു പരുവത്തില്. സാധാരണ നമ്മൾ അത് വറ്റിച്ചല്ലേ എടുക്കുന്നതെല്ലാം. ഇത് അതിന്റെ ആവശ്യമില്ല. ഇത് നമുക്ക് ഊറ്റിയെടുക്കണം. ഊറ്റിയിട്ട് തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകി കൊടുക്കണം. അപ്പൊ അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പൊ അത് നമ്മളൊന്ന് ചെയ്തുകൊണ്ടുവരാം. അപ്പൊ നമ്മൾ വേവിച്ച നമ്മുടെ നൂഡിൽസ് എല്ലാം എന്താ പറയുന്നത്, തണുപ്പിച്ച് നമ്മൾ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടല്ല നമ്മൾ കഴുകുമ്പോഴേ ആ ഒരു പശപശപ്പില്ലേ അതങ്ങ് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ആ വെള്ളം ഊറ്റി കളയാനും മാത്രം വെള്ളം വെച്ചിട്ട് വേണം ഇത് വേകാനായിട്ട് വെക്കുന്നത്. അത് 2 പ്രാവശ്യം കഴുകുമ്പോൾ തന്നെ അതിന്റെ പശപശപ്പ് പോകും. അപ്പൊ നന്നായിട്ട് ഇപ്പൊ ആറി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പൊ ഇനി നമ്മളുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഇവിടെ ഒരു പാത്രത്തില് നമ്മുടെ മുട്ടയുടെ വെള്ളം മാത്രം നമ്മൾ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ അതിന്റെ മഞ്ഞ ഇരിപ്പുണ്ട്. അപ്പൊ ഈ മുട്ടയും വെള്ളയും എന്താ പറയുക, മഞ്ഞ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചാണ്, ഈ മഞ്ഞ പൊട്ടിപ്പോകാതെ വേണം മാറ്റിയെടുക്കാൻ. നമ്മളപ്പോ പൊട്ടിപ്പോകാതിരിക്കാനാണ് ആ മുട്ടത്തോടിന്റെ അകത്ത് തന്നെ ആ മഞ്ഞക്കരു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് 3 മുട്ടയുടെ വെള്ളയുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് മാഗി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് മുഴുവനോടെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതിനകത്ത് ചേർക്കാനായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഒക്കെ ഒന്ന് ഇട്ട് എന്നിട്ട് വേണം സംഭവമൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട്. മാഗി നമ്മൾ ചേർത്തിട്ടുണ്ട്. മുഴുവൻ നമ്മളെടുത്ത മുഴുക്ക ചേർത്ത്. അപ്പൊ ഇനി നമ്മൾ ഇതിനകത്തോട് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് ചെറിയൊരു എരിയൊക്കെ വേണമല്ലോ. അപ്പൊ അതിന് വേണ്ടി നമ്മൾ കുറച്ച് കുരുമുളക് പൊടി, സാധാരണ മുളക് പൊടിയാണെങ്കിലും മതി. ഇപ്പൊ നമ്മള് പച്ചമുളക് വേണേലും എടുക്കാം. പച്ചമുളക് വേണേലും കുഞ്ഞായിട്ടായിരിക്കും. ഇപ്പൊ നമ്മൾ കുരുമുളക് പൊടി എടുക്കുന്നത്. അപ്പൊ അതങ്ങോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കും. അപ്പൊ നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് നമ്മൾ ചേർക്കുക കേട്ടോ. അതെ, ഒത്തിരി എരി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ നമ്മൾ ഈ മാഗിയുടെ ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടുന്ന ഒരു മസാല ഉണ്ടല്ലോ, ഈ മസാലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് വേറെ സാധനങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് 2 മാഗിയുടെ പീസിൽ എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 2 പാക്കറ്റ് നമ്മുടെ മാഗി മസാല കൊടുക്കുക കേട്ടോ. അപ്പൊ എത്ര ഇതെടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എടുക്കാം. അപ്പൊ നമ്മൾ ഇതും കൂടെ ചേർത്ത് അതിന്റെ കൂടെ നമ്മൾ കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ അതും ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഇനി ഈ സവാളയ്ക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാതെ. സവാള ഒത്തിരി വലുതാകാതെ അരിഞ്ഞെടുക്കണം. എന്നാലും ഉണ്ടല്ലോ നമ്മൾ ആ പിടിക്കുന്ന ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടുന്നത്. നമ്മളത് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് കൈ വെച്ച് മിക്സ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ആ പൊട്ടി പോകാതിരിക്കാനായിട്ട് നമുക്ക് കൈവച്ച് ചെയ്യുന്നതായിരിക്കും സൗകര്യം. ആ ഒരു നമ്മൾ നൂല് പോലെ ആക്കി എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ തവിയൊക്കെ വെച്ചിട്ട് ഇളക്കുമ്പോഴല്ലോ ചിലപ്പോൾ പൊട്ടി പോകാനുള്ള സാധ്യത. അപ്പൊ അത് കാരണം നമ്മൾ പെയ്യെ ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞുണ്ടല്ലോ പൊട്ടാതെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ബാക്കി പരിപാടി നമുക്ക് ചെയ്യാം.
അപ്പോഴേ ഇത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഇപ്പുറത്തൊരു പാനും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉണങ്ങണം സംഭവം. ഇത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അപ്പോൾ അത് ഉണങ്ങി കിട്ടുന്നതിന് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഉള്ളിയൊക്കെ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിലുണ്ടല്ലോ, ഉള്ളി അത് അരിയാനൊക്കെ മടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഉള്ളി ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല, എന്നാലും കിട്ടും ടേസ്റ്റ് നമുക്ക് കിട്ടുമേ. നമുക്കൊരു ഓപ്ഷനാണ് സംഭവം. താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത്. അപ്പോൾ നമ്മുടെ പാൽ ഉണങ്ങി വന്നിട്ടുണ്ട്. എണ്ണ ഒരുപാട് എണ്ണയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് നമ്മുടെ സാധാരണ കുക്കിംഗ് ഓയിലാണ്. ഇത്ര മതിയാണ്. പിന്നെ നമ്മൾ ഇതിന്റെ അകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ്. അതൊന്നും പ്രശ്നമില്ല. നമ്മളതൊക്കെ ഒന്ന് ഇന്ത്യയിൽ ഒഴിച്ചാൽ ശ്രീലങ്കയിൽ ചെന്ന് നിൽക്കും. അപ്പോൾ ഇനി നമുക്കിതൊക്കെ ഒന്ന് തൂത്ത് റെഡിയാക്കിയിട്ട് ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അകത്തോട്ട് ഇത് ഇങ്ങനെ ഒന്ന് വെക്കണം. വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി. ഷേപ്പ് ചെയ്തൊക്കെ വെക്കാം. അതെ, അത് എണ്ണയിൽ വെക്കുമ്പോൾ സൂക്ഷിച്ചോണേ കുഞ്ഞുങ്ങൾ ചെയ്യുമ്പോഴേ. അതെ, ആദ്യമൊക്കെ ആയിട്ടൊക്കെ കുക്കിങ്ങിനൊക്കെ കയറുമ്പോഴത്തേക്കുണ്ടല്ലോ മുതിർന്നവരൊന്ന് ശ്രദ്ധിച്ചോണം. ഒരു സ്പൂൺ വെച്ചിട്ടേ ഇതിന് നടുക്ക് നമുക്കൊരു ഹോള് പോലെ ഒന്ന് ആക്കിയെടുക്കണം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ആയിട്ട് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പൊടിഞ്ഞു പോകും. നമ്മുടെ പാലിന്റെ വലിപ്പം അനുസരിച്ച് 2 or 3 ഒക്കെ ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. 3 നമ്മുടെ പാലിന് 3 വെക്കാനുള്ള കപ്പാസിറ്റി. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ സെന്ററിൽ ഒരു ദ്വാരം ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ നമ്മള് നല്ല ഷേപ്പിൽ സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. നടുക്ക് ഓരോ എന്താ പറയുന്ന ചെറിയൊരു ദ്വാരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം തവിയുടെ ഒരു ഈ വശമില്ലേ അവിടെ വെച്ചിട്ട് ആയിക്കോളും. അപ്പോൾ ഉണ്ടല്ലോ ഇത് നമ്മൾ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിം മതി കേട്ടോ. അപ്പോൾ ഇത് അധികം വേകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നേരത്തെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയുടെ മഞ്ഞ ഇത് പൊട്ടാതെ നമുക്ക് എടുക്കണം. ഇത് നമ്മളിങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ. ഈ നമുക്ക് നമ്മളൊരു ദ്വാരം ഉണ്ടാക്കിയല്ലോ, ആ ദ്വാരത്തിലോട്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ആ ഒരു ഇതിന് വേണ്ടിട്ടാണ് നമ്മള് ഇത്ര സാഹസികമായിട്ട് മഞ്ഞക്കരി എടുത്ത് മാറ്റി വെച്ചിരുന്നത്. ഇത് ഇപ്പൊ കാണാനൊരു ഭംഗി വരുമല്ലോ, കാണാനും ഭംഗിയാണ്, കഴിക്കാനും ഭംഗിയാണ്. അപ്പൊ ഈ മഞ്ഞ നമ്മളിങ്ങനെ വെക്കുമ്പോഴത്തേക്ക് അതിനൊരു രുചി വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മളിത് കുറച്ച് നമ്മുടെ ഇത് എന്താ പറയുക കുരുമുളകും അതിനകത്ത് സ്വല്പം ഉപ്പും കൂടെ. അപ്പൊ ഇതും കൂടെ നമുക്കൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്യണം. ഒരുപാട് ഉപ്പ് വേണ്ട, കാര്യം നമ്മുടെ മാഗിക്ക് അത്യാവശ്യം ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ മാഗി മസാലയ്ക്ക് ഓൾറെഡി ഉപ്പ് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഉപ്പ് വളരെ ശ്രദ്ധിച്ചു വേണം ചേർക്കാനായിട്ട്. അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ പുറത്തോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൂങ്ങി കൊടുക്കുക. നമ്മുടെ മുട്ടയുടെ ആ ഒരു ടേസ്റ്റിന് ഒന്നുകൂടെ ഒന്ന് കൂട്ടുന്നത് ഈ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ഇട്ടാലും മതി, പക്ഷെ അതിനേക്കാളുണ്ടല്ലോ ഒരു ടേസ്റ്റ് വരുന്നത് കുരുമുളക് പൊടിക്ക്. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അല്ലെങ്കിൽ ഇത് നമുക്ക് ഇനി തിരിച്ചുകൂടെ ഇടണ്ടേ. അപ്പം അത്യാവശ്യം ഫ്രൈ ആയില്ലെന്നുണ്ടെങ്കിൽ ഈ മഞ്ഞ ഒന്ന് പൊട്ടിപ്പോകും. അപ്പൊ അതൊന്ന് വേഗം നേരം നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഒരു സൈഡ് ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് തിരിച്ചിട്ട് നോക്കാം. അടിയിൽ പിടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചാണേ. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് സാഹസികമായിട്ട് തിരിച്ചിടാം. കുഴപ്പമില്ല. അപ്പം ഇവിടെ നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പം അതാണ് നമ്മുടെ അതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇതും കൂടെ ഒന്ന് തിരിച്ചിട്ടേക്കാം. ഇതിന്റെ കൂടെ വേണം നമുക്കുണ്ടല്ലോ ഈ ക്യാപ്സിക്കോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇത് അധികം ഉണ്ടല്ലോ നമ്മൾ ഈ ഇച്ചിരി കനമായിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാലല്ലോ ഇതിനിങ്ങനെ ഈ ജോയിന്റ് ആവത്തില്ലേ, ആ ഒരു ഇത് കിട്ടത്തില്ല, ഒരു ബൈൻഡിങ് ഫോഴ്സ് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ അധികം പച്ചക്കറികൾ ഇതിനകത്ത് ഇടാതെ ചെയ്യുന്നതിന്റെ കാര്യം. അതാ പറഞ്ഞ ഉള്ളി വേണമെങ്കിൽ ഇട്ടാച്ചാൽ മതി, അത് നമ്മുടെ ഓപ്ഷനാണ്. ഉള്ളി ഇട്ടാലും ടേസ്റ്റ് ആണ്, ഉള്ളി ഇല്ലെങ്കിലും ടേസ്റ്റ് ആണ്. പിന്നെ മാഗിയുടെ ടേസ്റ്റ് തന്നെ പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടും. അപ്പൊ അതിനകത്ത് ഉള്ളി വേണമെന്ന്. പിന്നെ ഇത് ഇങ്ങനത്തെ ഇതൊക്കെ കാണുമ്പോൾ ചിലര് വിചാരിക്കും ഇത്ര പാടുപെടുന്ന എന്തിനാ, നമ്മൾ ചുമ്മാ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി തിന്നാൻ പോലെ പോരെന്ന് ചോദിക്കും. പക്ഷെ അതല്ലല്ലോ, നമുക്കൊരു എന്താ പറയുന്ന ഒരു ഓരോ പുതിയ പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കണം. അത് കാരണമല്ല നമുക്കൊരു ത്രില്ലെന്ന് പറയുന്നത്.
കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും. അവർക്ക് അത് ചെയ്ത് നോക്കാനും ഒക്കെ ആയിട്ട് ഇത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം. ഇത് ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം. ടേസ്റ്റ് അതുപോലെ അതുകൊണ്ടാണ്. അപ്പൊ ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതാണ് അതിന്റെ രീതി. അപ്പൊ ഇനി ഇത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ സൈഡ് നമ്മൾ വേവിച്ചെടുത്ത പോലെ തന്നെ അപ്പുറത്തെ സൈഡ് കൂടെ വേവിച്ചെടുക്കുക. ബ്രൗൺ ടെക്സ്ചർ ആകുമ്പോഴത്തേക്ക് അതിനുശേഷം ചൂടോട് കൂടി ഇത് കട്ട് ചെയ്യാതെ ഒക്കെ വേണം കഴിക്കാം. പിന്നെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ടൊമാറ്റോ കെച്ചപ്പോ അങ്ങനെ എന്തെങ്കിലും കൂടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പൊ എന്തായാലും ഇത് ആവുന്ന സമയം കൊണ്ടേ നമ്മുടെ സബ്സ്ക്രൈബ് അതൊന്ന് ഞെക്കിയേക്കണം കേട്ടോ, മറന്നു പോലെ കേട്ടോ. പിന്നെ ആ തൊട്ടടുത്തുള്ള ആ ബെല്ലും കൂടെ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ ഇതുപോലത്തെ കുഞ്ഞു വീഡിയോകളും എന്നാൽ നമ്മുടെ വീട്ടില് സാധാരണ നമ്മൾ ചെയ്യുന്ന ആയിട്ടുള്ള ചില നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള വലിയ വലിയ ഐറ്റംസ് ഒന്നും വെച്ച് നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ സാധാരണക്കാരുടെ വീടുകളിലുള്ള സാധനം വെച്ചിട്ടുള്ള റെസിപ്പികളാണ്, നമ്മൾ വ്യത്യസ്തമായ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. പിന്നെ അപ്പൊ ഇതിന്റെ പരിപാടി നമ്മൾ കഴിഞ്ഞു. ഇനി കഴിച്ചാൽ മതി. കാര്യം ഒന്ന് ചെറുതായിട്ട് തണുക്കണം. അപ്പൊ ഇത് ഈ ഗോൾഡൻ ബ്രൗണിന്റെ ആ ഒരു ഷെയ്ഡ് ഇല്ലേ, ആ ഒരു ഷെയ്ഡ് ആകുന്ന വരെ മറ്റേ സൈഡ് കൂടെ ചെറിയ ചൂടോടെ കഴിക്കാം. അപ്പോൾ എന്തായാലും കൊള്ളാം. ഇത് ഇപ്പം വെക്കേഷനാണ്, നമ്മൾ പിള്ളേരൊക്കെ വീട്ടിലുള്ള സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. മാഗിയൊക്കെ വാങ്ങിച്ചിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കിയോ. സംഭവം അടിപൊളിയാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂട്ടുകാർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഷെയർ. പിന്നെ താഴത്തെ ലൈക്ക് ബട്ടൺ ഒന്ന് ലൈക്ക് ചെയ്യണേ, അത് മറക്കരുത് കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷമാണ്. കാര്യം നമ്മളെ എന്താ പറയുക, ഇതൊക്കെ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നമുക്കൊരു ഇത് വരണമെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമന്റ് ചെയ്യണം. ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. പിള്ളേർക്ക് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായ വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പം തൽക്കാലത്തേക്ക് ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be right